ഹായ് ഫ്രണ്ട്സ്, അജിന്റെ വിളിസ ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ യാത്ര മുടുപ്പിലാവിലേക്കാണ്. മുടുപ്പിലാവ് ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. എന്റെ ചേട്ടൻ വായിൽ നോക്കിയത് ഞാൻ ഇപ്പൊ ഇന്ന് രാവിലെ കണ്ടു. അതെ, ഒരു പെൺകുട്ടി വരുന്ന കണ്ടപ്പോ ചേട്ടൻ വായിൽ നോക്കി. ഒരു അമ്മച്ചി ആയാലും എന്തായാലും വേണ്ടില്ല. അപ്പൊ ചേട്ടൻ അങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചപ്പോ ഞാൻ പറഞ്ഞതാണ് ഇതാ ചേട്ടൻ വായിൽ നോക്കുന്നു. അപ്പൊ ചേട്ടൻ പറയണത് ആരെന്താ നോക്കിയ ഇപ്പൊ എന്തോ കുഴപ്പം, അതൊരു വായിൽ നോട്ടാണോ എന്ന്. യെസ്, അതാണ് വായിൽ നോട്ടം. നമ്മള് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ കാണുമ്പോ എന്തുവാണ് മനുഷ്യ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു വികാരം. ഒരു മിനിറ്റ്. അതെ, ഞാൻ ഈ ക്യാമറ എവിടെയാ ഇങ്ങനെയാണെന്ന് മുറുക്കി വെക്കണല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ കാര്യങ്ങൾ. അപ്പൊ നേരെ വിളിച്ചാകുമ്പോ നല്ലൊരു കണി കിട്ടി ചേട്ടന്. അപ്പൊ എനിക്കും കിട്ടി. അപ്പൊ നമുക്ക് അങ്ങനെ യാത്ര തുടരാം. നമ്മള് കർക്കിടകത്തില് പച്ചില കുത്തണം എന്നൊക്കെ പറയും. ഞാൻ ഇതുവരെ പച്ചില പൊട്ട് വെച്ചിട്ടില്ല. കാരണം എനിക്ക് മുക്കുറ്റി വളരെ കുറവാണ്. കുറച്ചുണ്ടായിരുന്നുള്ളൂ. മുറ്റത്തുള്ളത് നമ്മൾ പൂജയ്ക്ക് എടുക്കാനുള്ള പൂക്കളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഗണപതിക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള മുക്കുറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം പച്ചപ്പൊട്ട് കുത്തലുണ്ടായില്ല. പിന്നെ അമ്പലത്തേക്ക് പോയിട്ട് വരുമ്പോൾ ഞാൻ കുത്താറില്ല. പിന്നെ ഇന്നലെ നമ്മൾ ആദ്യം വെള്ളിയാഴ്ച നമ്മൾ എവിടെയാണ് പോയത്? ദേവീക്ഷേത്രത്തിൽ, നമ്മുടെ തട്ടകത്തും പിന്നെ മേക്കാവിൽ എൻ്റെ തട്ടകത്താണ് ഞങ്ങൾ പോയത്. ഇനി നമ്മൾ പിന്നെ പോയത് നമ്മൾ ശാസ്താവിൻ്റെ അമ്പലത്തിലാണ്. മേൽത്തേവർ ശിവക്ഷേത്രം കേട്ടോ. മേൽത്തേവർ ശിവക്ഷേത്രത്തിൽ പോയി. അയ്യപ്പൻകാവിലേക്കും പോയി. ശനിയാഴ്ച ആയിരുന്നു, 30 ശനിയായിരുന്നേ. ഇന്ന് സൺഡേ നമ്മൾ പോകുന്നത് ശിവനും വിഷ്ണുവും ഒക്കെയുള്ള മുടുപ്പിലാവ് ക്ഷേത്രത്തിലേക്കാണ്. ഞാനിവിടെ വന്നിട്ട് പണ്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു അച്ഛൻ ഒരു അതിൻ്റെ പേര് അതിങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വീട്, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ആരും എണീറ്റിട്ടില്ല. ആരും എണീറ്റിട്ടില്ല. വീട്ടിൽ ലൈറ്റ്സ് ഉണ്ട്. ചില വീട്ടിലൊക്കെ ലൈറ്റ് ഉണ്ട്, ചില വീട്ടിൽ അതുമില്ല. നമുക്ക് പണ്ട് നമ്മുടെ എൻ്റെ വീടൊക്കെ അമ്പലത്തിൻ്റെ അടുത്താണ്. അപ്പോൾ അമ്പലത്തിൻ്റെ അടുത്താവുമ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് എന്നും രാവിലെ അമ്പലത്തിൽ പോകണം. ഞാൻ ഇപ്പോഴും പറയണത് രാവിലെ നേരത്തെ നിർമ്മാല്യം തൊഴാനായിട്ടാണ് എല്ലാവരും അമ്പലത്തിൽ പോകും. അത് കഴിഞ്ഞ് വന്നാൽ വീട്ടമ്മമാർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കലും കിച്ചണിലും പണികളുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും പോകുന്ന ഒരു അവസ്ഥയാണ്. കണ്ടോ, നമ്മൾ മുടുപ്പിലാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ ശിവനും കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സൺഡേ ഇങ്ങോട്ട് വന്നത്. എൻ്റെ ഈ ചുരിദാറുണ്ടല്ലോ, എത്ര വർഷത്തിന് മേലെയുണ്ടെന്നറിയൂ. ഇപ്പോൾ 15 വർഷമായി എൻ്റെ ഈ ചുരിദാർ എടുത്തിട്ട്. 15 വർഷം. അന്ന് എടുത്തിട്ടുള്ളതാണ്. കുറേ നാളായി ഇതെടുത്തിട്ട്. ഇവിടുത്തെ പടികെട്ടുകളാണ് കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പടികെട്ടുകൾ തന്നെയാണ്. ഓം നമോ നാരായണായ, ഓം നമോ നാരായണ. ഓരോ പടികെട്ടിൽ എഴുതി വെച്ചിരിക്കുക. ശരിക്കും പറഞ്ഞാൽ നാമത്തുമ്പോൾ നമ്മൾ ചവിട്ടിക്കൊണ്ടല്ലേ നടക്കുന്നത്. ഓ നമോ നാരായണ, ഓ നമോ നാരായണ എന്ന് എഴുതുമ്പോൾ അത് നല്ലതാണോ? എനിക്ക് തോന്നണില്ല. നമുക്കെന്തോ ഒരു പേടിയോ അങ്ങനെ. അത് ഭക്തി കൊണ്ട് എഴുതി പോയതായിരിക്കാം. ഓ ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരി ഹരി എന്നൊക്കെ. എന്നിട്ട് അത് ചവിട്ടിയിട്ട് വേണം നമ്മളിങ്ങനെ നടക്കാൻ. അത് ശരിയായ രീതിയാണോ? ഒട്ടുമല്ല. മഞ്ചാടി കുരിയൊക്കെ ഉള്ള അമ്പലമാണ് കേട്ടോ. മഞ്ചാടി കുരിയൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും. സൂക്ഷിച്ച് നടക്കണം, അല്ലെങ്കിൽ ക്ലിക്കാവും. പ്ലിങ്ങായിപ്പോ നമ്മൾ പ്ലിങ്. ഇവിടെ ക്ഷേത്രത്തിന് നടയൊക്കെ തുറക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളെത്തി. വിളക്കൊക്കെ എടുത്തിച്ച് അതൊരു നല്ലതല്ലേ, നിർമ്മാല്യം ദർശനം. ആ ഒരു സമയത്തേക്ക് തന്നെ നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.
നമ്മൾ മാത്രമേ ഉള്ളൂ അമ്പലത്തിൽ. അത് കാരണം അമ്പലത്തിൽ ഉള്ള ആൾക്കാർ എത്തി തുടങ്ങി. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവിടെയൊക്കെ നല്ല പാടമാണ്. അമ്പലത്തിൻ്റെ വീട്ടുപടിയാണ് തോന്നുന്നുണ്ട്. അല്ല എന്താ നിറച്ച് മുക്കുറ്റി വളർന്നിക്കണ കണ്ടോ? മുക്കുറ്റില്ല, സോറി, തുമ്പക്കൂട. മാങ്ങയൊക്കെ വീണ് കൊടുക്കണ്ടല്ലോ ഇവിടെ. ഇന്ന് മഹാവിഷ്ണുവിൻ്റെ അവിടെ ചന്ദനം ചാർത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായിരിക്കണത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് ചന്ദനം ചാർത്ത് ഗംഭീരമായിട്ടുണ്ട്. ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. നിറച്ച് ഇത് നമ്മുടെ മഞ്ചാടിക്കുരു വീണ് കിടക്കുകയാണ്. മഞ്ചാടിക്കുരു നിറച്ച് മഞ്ചാടിക്കുരുവാണേ. എനിക്ക് മഞ്ചാടിക്കുരുവിൻ്റെ മരം ഏതാണെന്ന് പിടുത്തം വേണ്ടിയില്ല. ഇതായിരിക്കും, ഇതാകാനാണ് സാധ്യത. ഞാൻ വിചാരിക്കണോ, എനിക്കറിയില്ല. ഇതായിരിക്കും. നിറച്ചുണ്ട് കേട്ടോ മഞ്ചാടിക്കുരു. എനിക്ക് മഞ്ചാടിക്കുരു ഒരു വല്ലാത്ത ക്രേസാണ്. മഞ്ചാടിക്കുരു ഭയങ്കര ക്രേസാണ്. എൻ്റെ അച്ഛൻ ഞങ്ങൾ ഗുരുവായൂർക്ക് പോകുന്ന സമയത്ത് ഞാൻ അങ്ങനെ വാരി വാരി ഇടും കേട്ടോ. എൻ്റെ ചെരുപ്പ് ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ചെരുപ്പ് എടുക്കാൻ മറന്നുപോയി ഞാൻ. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർക്ക് പോകുമ്പോൾ ഞാനിങ്ങനെ വാരിയിടും. അപ്പം അച്ഛൻ പറയും വേണ്ട മതി എന്നൊക്കെ പറയും എന്നോട്. മഞ്ചാടിക്കുരു എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇപ്പോൾ പുതിയൊരു ഫാഷനൊക്കെ തുടങ്ങിയിട്ടില്ലേ, കമ്മലും മാലയും വളയും ഒക്കെ മഞ്ചാടിക്കുരു കൊണ്ടൊക്കെ. ഒരു മാലയുണ്ട് കറുത്ത ചരടിൽ കൊളത്തി വെച്ചിട്ടുള്ള ഒരു മാല. എനിക്ക് അതൊക്കെ ഒരു ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ട്, റീൽസിലൊക്കെ കാണാറുണ്ട് അങ്ങനെ. അപ്പോൾ അതൊക്കെ അപ്പോൾ നന്നായി പ്രാർത്ഥിച്ചു. കർക്കിടക മാസത്തിലെ മുടിപ്പിലാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് നമ്മൾ നല്ല പോലെ പ്രാർത്ഥിച്ച് തൊഴുതു കേട്ടോ. ചന്ദനം ചാർത്തും മുഴുവനും കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങായിട്ടാ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കണ്ട, എൻ്റെ പിന്നിലാണ് കണ്ട ക്ഷേത്രം. കണ്ടില്ലേ, നല്ല രസമല്ലേ അവിടെ നിന്ന് കാണാൻ. അപ്പം അജിന്തി ബിസ ഫാമിലി വ്ലോഗ്സ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.